ഹലോ എവരി വൺ, നമ്മൾ ഈ ഒരു വീഡിയോയിൽ കമ്പൽസറി റിട്ടേൺ മുതലാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അയാളുടെ ഇംഗത്തെയോ മറ്റേതെങ്കിലും വ്യക്തിയുടെ ഇംഗത്തെയോ കുറിച്ച് അസസ്മെൻറ്റ് നടത്താവുന്നതാണ്. ഒരു പേഴ്സൺ റിട്ടേൺ അണ്ടർ സെക്ഷൻ 139(1) നൽകാത്ത ഒരു സിറ്റുവേഷനിൽ റിട്ടേൺ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അസസിങ് ഓഫീസർക്ക് അത്തരം വ്യക്തികൾക്ക് നോട്ടീസ് അയക്കാവുന്നതാണ്. നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു സമയത്തിനുള്ളിൽ റിട്ടേൺ സബ്മിറ്റ് ചെയ്യാൻ നോക്കണം. ഹി ഈസ് ലയബിൾ ടു പേ പെനാൽ ഇൻട്രസ്റ്റ് അണ്ടർ സെക്ഷൻ 234A. അപ്പോൾ സെക്ഷൻ 234 പ്രകാരം ആ ഒരു പേഴ്സൺ, ആ ഒരു വ്യക്തി ആ ഒരു പെനാൽ ഇൻട്രസ്റ്റ് അടയ്ക്കാൻ ബാധ്യസ്ഥനായി വരും. ഇനി ആധാർ നമ്പർ ഈസ് കമ്പൽസറി വിത്ത് എഫക്റ്റ് ഫ്രം 1/4/2019. അപ്പോൾ ഒരു നോട്ടിഫിക്കേഷനിൽ നിന്ന് പ്രത്യേകമായിട്ട് ഒഴിവാക്കപ്പെടാത്ത പക്ഷം ആരാണോ ഇൻകം റിട്ടേൺ നൽകുന്ന ആ ഒരു വ്യക്തി അയാളുടെ ആധാർ നമ്പർ കമ്പൽസറി ആയിട്ട് കൊടുക്കേണ്ടി വരും. അതിൽ മെൻഷൻ ചെയ്യേണ്ടി വരും. Defective return. The AO considers that the return furnished by the assessee is defective. ഇപ്പോൾ റിട്ടേൺ കൃത്യമായിട്ട് ഫയൽ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ റിട്ടേൺ വിത്തൗട്ട് സെൽഫ് അസസ്മെൻറ്റ് ഓർ റിട്ടേൺ വിത്തൗട്ട് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് അക്കൗണ്ട്സ്, ഈ പറയുന്നത് പോലുള്ള റീസൺ കാരണം റിട്ടേൺ ഡിഫക്റ്റീവ് വരാം. അപ്പോൾ AO ഒരു നോട്ടീസ് ആ ഒരു വ്യക്തിക്ക് അയക്കും. അപ്പോൾ ആ നോട്ടീസിൽ പറയുന്ന പോലെ ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ നൽകിയ തീയതി മുതൽ 15 ദിവസത്തിനകം ആ ഡിഫക്റ്റ് മാറ്റാൻ അദ്ദേഹത്തിന് അവസരമുണ്ട്. ആ ഒരു അനുവദിച്ച ആ ഒരു സമയത്തിനുള്ളിൽ ഡിഫക്റ്റ് പരിഹരിച്ചില്ലെങ്കിൽ ആ ഒരു റിട്ടേൺ ഇൻവാലിഡായിട്ട് കണക്കാക്കും. അഥവാ അയാൾ ആ ഒരു ഡിഫക്റ്റ് 15 ദിവസത്തിനുള്ളിൽ പരിഹരിക്കുകയാണെങ്കിൽ ആ ഒരു റിട്ടേൺ വാലിഡായിട്ടും പരിഗണിക്കും. ഇനി എക്സംഷൻ ഫ്രം ഫയലിംഗ് റിട്ടേൺ ഓഫ് ഇൻകം. For reducing the burden of certain type of taxpayers, the central government has been empowered to notify the class or classes of persons who will be exempted from the requirement of filing of return of income, subject to satisfying the prescribed conditions. അപ്പോൾ ഈ പറയുന്നത് പോലെ സെർട്ടൺ ടൈപ്പ് ഓഫ് ടാക്സ് പേയേഴ്സിൻ്റെ ബർഡൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും പ്രിസ്ക്രൈബ്ഡ് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടി ഇൻകം റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനുള്ള റിക്വയർമെൻറ്റ്സിലൊക്കെ ഒരു ഇളവൊക്കെ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന പേഴ്സൺസിൻ്റെ ക്ലാസ്സിനെയോ അല്ലെങ്കിൽ ക്ലാസ്സുകളെയോ അറിയിക്കാൻ സെൻട്രൽ ഗവൺമെൻറ്റിന് അധികാരമുണ്ട്. അതനുസരിച്ച് 1964 ഒരു ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ചാർജ് ചെയ്യുന്ന ഏതെങ്കിലും ഇൻകമുള്ള നോൺ കോർപ്പറേറ്റ് നോൺ റെസിഡൻറ്റുകളെയോ അല്ലെങ്കിൽ ഫോറിൻ കമ്പനീസുകളെയും ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് ആൻഡ് IFSC സ്ഥാപിച്ചിട്ടുള്ള ഏതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിൽ നിന്നും പ്രീവിയസ് ഇയറിൽ സെൻട്രൽ ഗവൺമെൻറ് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്ഡേറ്റഡ് റിട്ടേൺ സെക്ഷൻ 139 subsection 8A. Any person, whether or not he has furnished a return under section 139 subsection 1 or 4 or 5 for an assessment year, may furnish an updated return of his income or the income of any other person in respect of which he is assessable under this act for the previous year relevant to such assessment year in the prescribed form, verified in such manner and setting forth such particulars as may be prescribed. അപ്പോൾ എനി പേഴ്സൺ ഒരു അസസ്മെൻറ്റ് ഇയറിലേക്ക് അണ്ടർ സെക്ഷൻ 139(1) അല്ലെങ്കിൽ 4 സബ്സെക്ഷൻ 5 ഇപ്പോൾ റിട്ടേൺ നൽകിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അയാളുടെ ഇൻകത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തിയുടെ ഇൻകത്തിൻ്റെയോ ഒരു പുതുക്കിയ അപ്ഡേറ്റഡ് റിട്ടേൺ നൽകാവുന്നതാണ്. റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷനാണ് അടുത്തത്. ഫസ്റ്റ് വൺ, ഡ്യൂ ഡേറ്റ്സ് ഫോർ അസസ്മെൻറ്റ് ഇയർ 2023-24. അതിൽ വരുന്നത് സിറ്റുവേഷൻസും വരുന്നുണ്ട്, അതിൻ്റെ ഡ്യൂ ഡേറ്റും പറയുന്നുണ്ട്. ഇൻ ദ കേസ് ഓഫ് എൻ അസസി ഇൻക്ലൂഡിംഗ് ദ പാർട്ട്നേഴ്സ് ഓഫ് ദ ഫേം ഓർ ദ സ്പൗസ് ഓഫ് സച്ച് പാർട്ട്ണർ, ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 5A അപ്ലൈസ് ടു സച്ച് സ്പൗസ് being such assessee who is required to furnish a report
referred to in section 92E. അവരുടെ ഡ്യൂ ഡേറ്റ് ആയി വരുന്നത് 13th November ഓഫ് അസസ്മെൻറ്റ് ഇയർ 13th November ആയിട്ടാണ് വരുന്നത്. കമ്പനികൾക്ക് October 31st ഓഫ് അസസ്മെൻറ്റ് ഇയർ. അതർ ദാൻ കമ്പനി അതിൽ 2 പോയിന്റ് ആയിട്ട് പറയുന്നുണ്ട്. വേർ അക്കൗണ്ട് ഓഫ് ദ അസസി ആർ റിക്വയർഡ് ടു ബി ഓഡിറ്റഡ് അണ്ടർ എനി ലോ. അവർ October 31st ഓഫ് അസസ്മെൻറ്റ് ഇയർ October 31st ആണ് അവരുടെ ഡ്യൂ ഡേറ്റ് ആയി വരുന്നത്. ഇനി വേറെ വല്ല സാഹചര്യം ഇനി അതർ കേസിൽ വരുന്നവർക്ക് ഡ്യൂ ഡേറ്റ് വരുന്നത് July 31st ഓഫ് അസസ്മെൻറ്റ് ഇയർ ആണ്. ഇനി ഇനി കേസ് ദ ഡേറ്റ് ഓഫ് ഫയലിംഗ് ദ റിട്ടേൺ ഈസ് എ ഹോളിഡേ ദെൻ ദ നെക്സ്റ്റ് വർക്കിംഗ് ഡേ ഷാൾ ബി ഡീംഡ് ആസ് ഡ്യൂ ഡേറ്റ് ഫോർ ഫയലിംഗ് റിട്ടേൺ. അപ്പോൾ ഇതിൽ പറയുന്നത് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആ ഒരു തീയതി അവധിയാണെങ്കിൽ അടുത്ത ആ ഒരു വർക്കിംഗ് ഡേ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവസാന തീയതിയായിട്ട് കണക്കാക്കുന്നതാണ്. സെക്കൻഡ് വരുന്നതാണ് ഫോംസ്. അതിൽ ന്യൂ ITR ഫോംസ് ആണ് പറയുന്നത്. ITR 1 വരുന്ന സബ്ജക്റ്റാണ് ഇൻഡിവിജ്വൽസിൽ സാലറി പ്ലസ് 1 ഹൗസ് പ്രോപ്പർട്ടി പ്ലസ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. അതിൽ ലോട്ടറി റേസിംഗ് ഒന്നും പറ്റില്ല. ഇനി ITR 2 വരുന്നതാണ് ഇൻഡിവിജ്വൽസ് ആൻഡ് HUF നോ ബിസിനസ് ഓർ പ്രൊഫഷണൽ ഇൻകം. ITR 3 വരുന്നതാണ് ഇൻഡിവിജ്വൽസ് ആൻഡ് HUF പാർട്ട്നേഴ്സ് ഇൻ ഫേം ആൻഡ് ഹാവിംഗ് ബിസിനസ് ഓർ പ്രൊഫഷണൽ ഇൻകം. ITR 4 എല്ലാ സബ്ജക്റ്റാണ് ഇൻഡിവിജ്വൽസ് ആൻഡ് HUF ഓർ റെസിഡൻറ്റ് ഫേംസിൽ ഇൻകം ഫ്രം പ്രോപ്പർട്ടി ബിസിനസ് ഓർ പ്രൊഫഷണൽ കമ്പ്യൂട്ടർ അണ്ടർ എസ്റ്റിമേറ്റഡ് ഇൻകം സ്കീം. ITR 5 വരുന്നത് ഫേംസ് AOP BOI. ITR 6 കമ്പനീസ് ഫോർ കമ്പനീസ് അതർ ദാൻ കമ്പനീസ് ക്ലെയിമിംഗ് എക്സംഷൻ അണ്ടർ സെക്ഷൻ. ഇനി വരുന്നത് ITR 7 ITR Vയുമാണ്. ITR 7 പറയുന്നത് പേഴ്സൺ ഇൻക്ലൂഡിങ് കമ്പനീസ് റിക്വയർഡ് ടു ഫർണിഷ് റിട്ടേൺ അണ്ടർ സെക്ഷൻ 139M. ഇനി ITR വിയിൽ വരുന്നത് ഇലക്ട്രോണിക്കലി വേർ ദ ഡാറ്റ ഓഫ് ദ റിട്ടേൺ ഇൻ ITR 1, 2, 3, 4 ആൻഡ് ട്രാൻസ്മിറ്റ് ഇലക്ട്രോണിക്കലി വിത്തൗട്ട് ഡിജിറ്റൽ സിഗ്നേച്ചർ. അപ്പോൾ നമ്മൾ പറഞ്ഞത് ന്യൂ ITR ഫോംസിൽ വരുന്ന സബ്ജക്റ്റുകളാണ്. ഇനി മൂന്നാമത് വരുന്നതാണ് മോഡ് ഓഫ് സബ്മിഷൻ ഓഫ് റിട്ടേൺ. അതിൽ പേഴ്സൺ കൊടുത്തിട്ടുണ്ട്, കണ്ടീഷൻസ് പറയുന്നുണ്ട്, അതുപോലെ തന്നെ മോഡ് ഓഫ് ഫർണിഷിങ് റിട്ടേണും കൊടുത്തിട്ടുണ്ട്. പേഴ്സണിൽ വരുന്നതാണ് ആദ്യം ഇൻഡിവിജ്വലും HUF. അപ്പോൾ അവർക്ക് വരുന്ന കണ്ടീഷൻ 3 ഉണ്ട്. അക്കൗണ്ട്സ് ഓഡിറ്റഡ് അണ്ടർ സെക്ഷൻ 44AB, അക്കൗണ്ട്സ് നോട്ട് റിക്വയർഡ് ടു ബി ഓഡിറ്റഡ് അണ്ടർ സെക്ഷൻ 44AB. അതുമാത്രമല്ല ഇനി അതർ കേസും വരുമ്പോൾ അവരുടെ റിട്ടേൺ ഫർണിഷ് ചെയ്യുന്ന മോഡും പറയുന്നുണ്ട്. അപ്പോൾ അക്കൗണ്ട്സ് ഓഡിറ്റഡ് അണ്ടർ സെക്ഷൻ 44ABയിൽ പറയുന്നത് ഇലക്ട്രോണിക്കലി വിത്ത് ഡിജിറ്റൽ സിഗ്നേച്ചർ ആണ്. അക്കൗണ്ട്സ് നോട്ട് റിക്വയർഡ് ടു ബി ഓഡിറ്റഡ് അണ്ടർ സെക്ഷൻ 44ABയിൽ പറയുന്നത് ഇലക്ട്രോണിക്കലി അണ്ടർ ഡിജിറ്റൽ സിഗ്നേച്ചർ ഓർ ട്രാൻസ്മിറ്റിംഗ് ദ ഡാറ്റ ഇലക്ട്രോണിക്കലി അണ്ടർ ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡ്. ഇനി അതർ കേസിൽ വരുമ്പോൾ ഇലക്ട്രോണിക്കലി ഓർ പേപ്പർ ഫോർമാറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇനി കമ്പനി പൊളിറ്റിക്കൽ പാർട്ടി പേഴ്സണൽ വരുന്നതാണ് കമ്പനിയും പൊളിറ്റിക്കൽ പാർട്ടിയും ഇവർ യൂസ് ചെയ്യുന്നത് ഇലക്ട്രോണിക്കലി വിത്ത് ഡിജിറ്റൽ സിഗ്നേച്ചർ ആണ് അവരുടെ മോഡ് ഓഫ് ഫർണിഷിംഗ് റിട്ടേൺ. നാലാമത്തേതാണ് വെരിഫിക്കേഷൻ ഓഫ് റിട്ടേൺ സെക്ഷൻ 140. അതിൽ അസസി പറയുന്നുണ്ട്, അതുപോലെ തന്നെ ആരാണ് വെരിഫൈ ചെയ്യേണ്ട പേഴ്സൺ എന്നും പറയുന്നുണ്ട്. ഇപ്പോൾ ഇൻഡിവിജ്വലിൻ്റെ കേസിൽ ഇൻഡിവിജ്വൽ ഓർ ഓതറൈസ്ഡ് പേഴ്സൺ അല്ലെങ്കിൽ ഗാർഡിയൻ അല്ലെങ്കിൽ ഒരു കോമ്പീറ്റൻറ്റ് പേഴ്സൺ ആയിരിക്കണം വെരിഫൈ ചെയ്യേണ്ടത്. ഇനി HUFൻ്റെ കേസിൽ കർത്ത ഓർ അഡൽട്ട് മെമ്പർ, കമ്പനിയിൽ മാനേജിംഗ് ഡയറക്ടർ ഓർ ഡയറക്ടർ, ഫേമിൽ മാനേജിംഗ് പാർട്ട്ണർ ഓർ എനി പാർട്ട്ണർ. ലോക്കൽ അതോറിറ്റിയുടെ കേസിൽ പ്രിൻസിപ്പൽ ഓഫീസർ ആയിരിക്കും വെരിഫൈ ചെയ്യുന്നത്. പൊളിറ്റിക്കൽ പാർട്ടിയിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, AOPയുടെ കേസിൽ എനി മെമ്പർ ഓഫ് പ്രിൻസിപ്പൽ ഓഫീസർ ആയിരിക്കും. Filing of return in electronic form section 139D. The board may make rules in this regard: the class of person, the form and the manner, the documents to be furnished, the computer resource to which the return in electronic form may be transmitted. അപ്പോൾ ഈ പറയുന്ന പോയിന്റ്സ് ഒക്കെ നോക്കിയിട്ട് ബോർഡിന് റൂൾസ് മേക്ക് ചെയ്യാൻ സാധിക്കും. ഇനി ഫയലിംഗ് ഓഫ് റിട്ടേൺ ത്രൂ ടാക്സ് റിട്ടേൺ പ്രിപ്പയേഴ്സ് സെക്ഷൻ 139B ആണ്. A tax return preparer (TRP) may be an individual who has been authorized to act as a TRP. The board decides the following: first, in educational and other qualification of TRP, training and other conditions, the period for which the TRP is authorized, the code of conduct, the duties and obligation of the TRP, manner of withdrawal of the authorization. ഇപ്പോൾ ഈ പറയുന്നതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ബോർഡാണ്. റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഒരു പേഴ്സണ് TRP അസിസ്റ്റ് ചെയ്യും. കൂടാതെ
TRP ഓൾസോ എഫക്ട്സ് ഹിസ് സിഗ്നേച്ചർ ഓൺ ദ സച്ച് റിട്ടേൺ. അപ്പോൾ അത്തരം റിട്ടേൺസിൽ TRP അദ്ദേഹത്തിൻ്റെ റിട്ടേണും കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇനി ഇൻട്രസ്റ്റ് ഫോർ ഡിഫോൾട്ട് ഇൻ ഫർണിഷിംഗ് ദ റിട്ടേൺ സെക്ഷൻ 234 അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ നമ്മളൊരു സ്പെസിഫിക് ടൈം പീരീഡിനുള്ളിൽ ആ ഒരു റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് ഒരു പെനാൽ ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടി വരും. അസസി ഷാൽ ബി ലയബിൾ ടു പേ സിമ്പിൾ ഇൻട്രസ്റ്റ് അറ്റ് 1% ഫോർ എവറി മന്ത് ഓർ പാർട്ട് ഓഫ്. അപ്പോൾ പ്രൊസീജിയർ ഫോർ കാൽക്കുലേഷന് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ, വെർ ഇൻട്രസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ആനുവൽ ബേസിസ് ഫ്രാക്ഷൻ ഓഫ് ദ മന്ത് ഷാൽ ബി ഇഗ്നോർ. ഇപ്പോൾ നമ്മൾ ആനുവൽ ബേസിസിലാണ് ആ ഒരു കാൽക്കുലേഷൻ നടത്തുന്നതെങ്കിൽ, ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ മന്തിൻ്റെ ഫ്രാക്ഷൻ നമ്മൾ ഒഴിവാക്കും. രണ്ടാമത്തെ കേസിൽ വേറെ ഇൻട്രസ്റ്റ് ഈസ് കാൽക്കുലേറ്റർ ഫോർ എവറി മന്ത്, എല്ലാ മാസത്തിൻ്റെയും നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എനി ഫ്രാക്ഷൻ ഓഫ് മന്ത് ഷാൽ ബി ഡീംഡ് ടു ബി ഫുൾ മന്ത്, അത് മൊത്തമായിട്ട് നമ്മൾ എടുക്കുന്നതാണ് പറയുന്നത്. ഇനി ദ എമൗണ്ട് ഓഫ് ടാക്സ്, പെനാൽറ്റി ഓർ അതർ സം ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് സച്ച് ഇൻട്രസ്റ്റ് ഈസ് ടു ബി calculator shall be round off to the nearest multiple of 100 rupees. അപ്പോൾ ടാക്സ്, പെനാൽറ്റി അല്ലെങ്കിൽ അതർ സം, മറ്റേതെങ്കിലും സമ്മിൻ്റെ പലിശ കണക്കാക്കേണ്ട ഒരു തുക 100 രൂപയുടെ ഏറ്റവും അടുത്ത നിയറസ്റ്റ് മൾട്ടിപ്പിളായിട്ട് റൗണ്ട് ഓഫ് ചെയ്യുന്നതാണ് പറയുന്നത്. ഫോർ ദിസ് പർപ്പസ് എനി ഫ്രാക്ഷൻ ഓഫ് 100 rupees shall be ignored. ഒരു എക്സാമ്പിൾ ഇതിൽ പറയുന്നുണ്ട്. കമ്പ്യൂട്ട് ദ ഇൻട്രസ്റ്റ് പേയബിൾ ബൈ ശ്രീ രാജേഷ് അണ്ടർ സെക്ഷൻ 234A അസസ്മെൻറ്റ് ഇയർ 2023-2024 റിട്ടേൺ ഡ്യൂ ഓൺ 31/7/2023 ആണ് അയാളുടെ ഡ്യൂ ഡേറ്റ്, റിട്ടേൺ ഡ്യൂ വന്നിരിക്കുന്നത്. ഡേറ്റ് ഓഫ് ഫയലിംഗ് ദ റിട്ടേൺ 25/2/2023. അപ്പോൾ അയാൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ വൈകിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൽ കുറച്ച് ഡീറ്റെയിൽസ് ആവുന്നുണ്ട്. ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് 10,000 തന്നിട്ടുണ്ട്. ടാക്സ് പെയ്ഡ് ഇൻ അഡ്വാൻസ് 30,000 തന്നിട്ടുണ്ട്. ടാക്സ് പെയ്ഡ് ഓൺ സെൽഫ് അസസ്മെൻറ്റ് 4,000. ടാക്സ് പേയബിൾ ഓൺ ദ ബേസിസ് ഓഫ് അസസ്ഡ് ഇൻകം 50,160 തന്നിട്ടുണ്ട്. നമുക്കിനി പ്രോബ്ലം നോക്കാം. സൊല്യൂഷനായിട്ട് വരുന്നത് ടാക്സ് പേയബിൾ ആണ്. ടാക്സ് അടച്ചത് 50,160. ഇനി നമുക്ക് സൊല്യൂഷൻ നോക്കാം. ടാക്സ് പേയബിൾ നമുക്ക് തന്നിട്ടുണ്ട് 50,160 എഴുതാം. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് നമ്മൾ ടാക്സ് പെയ്ഡ് ഇൻ അഡ്വാൻസും TDS ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സും നമ്മൾ ലെസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇന്നർ കോളത്തിൽ ലെസ് ടാക്സ് പെയ്ഡ് ഇൻ അഡ്വാൻസ് 30,000, TDS 10,000 രണ്ടും കൂടി കൂട്ടിയിട്ട് 40,000 ഔട്ടർ കോളത്തിൽ എഴുതി. 50,160 നിന്ന് നമ്മൾ 40,000 ലെസ് ചെയ്യുമ്പോൾ നമുക്ക് 10,160 കിട്ടി. നമ്മളത് റൗണ്ട് ഓഫ് ചെയ്യണം. അപ്പോൾ ടാക്സ് ഡ്യൂ 10,160 അത് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യണം. നമ്മൾ പറഞ്ഞു കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് പ്രൊസീജിയർ ഉണ്ട്. അതിലൊന്ന് വരുന്നതാണ് 100 rupeesൻ്റെ 100ൻ്റെ നിയറസ്റ്റ് മൾട്ടിപ്പിൾ ആയിട്ടത് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യണം. അതുകൊണ്ട് തന്നെ നമ്മൾ 10,160നെ 10,100 റൗണ്ട് ഓഫ് ചെയ്തു. നമുക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇൻട്രസ്റ്റ് അറ്റ് 1% പെർ മന്ത് ഷാൽ ബി ചാർജ്ഡ് ഫോർ ഡിലേ ഇൻ ഫയലിംഗ് ദ റിട്ടേൺ. അപ്പോൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനുള്ള ആ ഒരു ഡിലേ കാരണം നമുക്ക് 1% പെർ മന്ത് വെച്ച് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഡിലേ ഇൻ ഫയലിംഗ് ദ റിട്ടേൺ 2022 ഓഗസ്റ്റ്. അപ്പോൾ 31/7/2023 അദ്ദേഹത്തിൻ്റെ റിട്ടേൺ ഡ്യൂ. പക്ഷെ അദ്ദേഹത്തിന് അത് അടയ്ക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഓഗസ്റ്റ് മാസം, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ആൻഡ് ഡിസംബർ. അപ്പോൾ 2022 5 മാസം കിട്ടി. അത് കഴിഞ്ഞിട്ട് 25/2/2023 അദ്ദേഹം ആ ഒരു റിട്ടേൺ ഫയൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജനുവരി 1 മാസം നമുക്ക് കിട്ടി. ഫെബ്രുവരി 25 റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫെബ്രുവരി 25 ഡേയ്സും കിട്ടി. അപ്പോൾ 5 മാസവും 6 മാസവും 25 ദിവസമാണ് കിട്ടിയത്. അപ്പോൾ അത് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്ത് 7 മാസമാക്കി എടുത്തു. വേറെ ഇൻട്രസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഫോർ എവറി മന്ത് ഫ്രാക്ഷൻ ഓഫ് ദ നമ്പർ ഈസ് ടേക്കൺ ആസ് ഫുൾ മന്ത്. അപ്പോൾ ഇൻട്രസ്റ്റ് പേയബിൾ 10,100ന് 1% വെച്ചിട്ട് ഇൻറ്റു 1/100 ഇൻറ്റു 7
ബൈ 100 ചെയ്യുമ്പോൾ നമുക്ക് 0.707 കിട്ടി. എമൗണ്ട് പെയ്ഡ് ഓൺ സെൽഫ് അസസ്മെൻറ്റ് ഷാൽ നോട്ട് ബി ഡിഡക്റ്റഡ് ഫോർ ദ കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻട്രസ്റ്റ് അണ്ടർ സെക്ഷൻ 234A. അപ്പോൾ നമ്മൾ സെൽഫ് അസസ്മെൻ്റ് ആയിട്ട് കൊടുത്ത ഏതെങ്കിലും എമൗണ്ട് നമ്മൾ സെക്ഷൻ 234A ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടേഷൻ നടത്തുമ്പോൾ അതിൽ നിന്നൊരിക്കലും നമ്മൾ കുറയ്ക്കില്ല. മാൻഡേറ്ററി ഫയലിംഗ് ഓഫ് IT റിട്ടേൺ ആണ് അടുത്ത് പറയുന്നത്. IT റിട്ടേൺ നിർബന്ധമായിട്ടും നമ്മൾ ഫയൽ ചെയ്യേണ്ട കുറച്ച് സിറ്റുവേഷൻ ഉണ്ട്. ഫസ്റ്റ് വൺ, ദ ഗ്രോസ് ടോട്ടൽ ഇൻകം before allowing deductions under section 80C to 80U exceeds the basic exemption limit of 2.5 2.5 ലക്ഷം അല്ലെങ്കിൽ 3 ലക്ഷം അല്ലെങ്കിൽ 5 ലക്ഷം. അപ്പോൾ നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം സെക്ഷൻ 80C മുതൽ 80U വരെയുള്ള ആ ഒരു ഡിഡക്ഷന് അനുവദിക്കുന്നതിന് മുമ്പ് ആ ഒരു ബേസിക് എക്സംഷൻ ലിമിറ്റ് 2.5 ലക്ഷം 3 ലക്ഷം 5 ലക്ഷമൊക്കെ അതിനേക്കാൾ കൂടുതൽ കവിയാണെങ്കിൽ നമ്മൾ മാൻഡേറ്ററി ആയിട്ട് നിർബന്ധമായിട്ടും IT റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. പിന്നെ പറയുന്നത് ഇഫ് യു ഹോൾഡ് ആൻ അസറ്റ് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ അല്ലെങ്കിൽ ഇഫ് യു ആർ ബെനഫിഷ്യറി ഓഫ് ആൻ അസറ്റ് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ IT റിട്ടേൺ നിർബന്ധമായിട്ടും ഫയൽ ചെയ്തിരിക്കണം. പിന്നെ ഇതിൽ പറയുന്നത് 2023-24 അസസ്മെൻറ്റ് ഇയറിനായിട്ടുള്ള ഒരു ITR ഫയൽ ചെയ്യുന്നതിൻ്റെ അവസാന തീയതി എന്ന് പറയുന്നത് 31/7/2023 ആണ്. ഇനി സെക്ഷൻ 234F ഫീ ഫോർ ലേറ്റ് ഫയലിംഗ് ഓഫ് ITR. അപ്പോൾ നമ്മൾ ITR ഫയൽ ചെയ്യാൻ നേരം വൈകിക്കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ആ ഒരു ഫൈനെ കുറിച്ചാണ് സെക്ഷൻ 234F പറയുന്നത്. എ പേഴ്സൺ ഹാസ് ടു മാൻഡേറ്ററിലി പേ ലേറ്റ് ഫീസ് if he files the return after the due date. It automatically applies after the due date. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിന് ഇത് ഒഴിവാക്കാനാകില്ല. നമ്മൾ ആ ഒരു ഡ്യൂ ഡേറ്റ് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി അത് അപ്ലൈ ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഫീ അടയ്ക്കാൻ ബാധ്യസ്ഥരാകും. ഇനി ഫീ റേറ്റ് അണ്ടർ സെക്ഷൻ 234F ടോട്ടൽ ഇൻകം കൊടുത്തിട്ടുണ്ട്. ഓൺ ഓർ ബിഫോർ 31 ഡിസംബർ ആഫ്റ്റർ 31 ഡിസംബർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. മോർ ദാൻ 5 lakh 5 ലക്ഷത്തിനേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മുടെ വരുമാനം, അപ്പോൾ നമ്മൾ ഡിസംബർ 30 അതിന് മുമ്പോ നമ്മൾ അടയ്ക്കുകയാണെങ്കിൽ നമ്മൾ 5000 രൂപ അടച്ചാൽ മതി. ഡിസംബർ 31 ആ ഒരു ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ 5000-ന് പകരം 10,000 അടയ്ക്കേണ്ടി വരും. അതുപോലെ തന്നെ 5 ലക്ഷം അല്ലെങ്കിൽ 5 ലക്ഷത്തിന് താഴെ വരുമ്പോൾ വരുന്ന ഒരു ഇൻകം ഉള്ള ആളാണെങ്കിൽ ഡിസംബർ 30-നോ അതിന് മുന്നോ 1000 രൂപ അടച്ചാൽ മതി. ഡിസംബർ 31-ന് ശേഷം 1000 രൂപ അടച്ചാൽ മതി എന്നാണ് ഇതിൽ പറയുന്നത്. ഈ പറയുന്ന കേസൊക്കെ അപ്ലൈസ് ഓൺ ഓൾ ദ പേഴ്സൺസ്, എല്ലാ വ്യക്തികൾക്കും ഇത് ബാധകമാണ്. ഇൻഡിവിജ്വൽ, HO, ഫേംസ്, കമ്പനി, IOP ഒക്കെ ഇതിൽ പെടും. ക്യാൻ ബി പെയ്ഡ് ത്രൂ ചലാൻ നമ്പർ 280 അണ്ടർ ദ ഹെഡ് ഓഫ് സെൽഫ് അസസ്മെൻറ്റ് ടാക്സ്. ബോത്ത് സെക്ഷൻ 234 and 234F will be applicable in the case of delay in filing return if your tax is unpaid. ഇമ്പോർട്ടൻറ്റ് ഫോംസ് ആണ് അടുത്തത് പറയുന്നത്. ഫോം 10A അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് ചാരിറ്റബിൾ ഓർ റിലീജിയസ് ട്രസ്റ്റിന് വേണ്ടിയിട്ടുള്ള അപേക്ഷയാണ് ഫോം 10A. ഇനി ഫോം 10B ഓഡിറ്റ് റിപ്പോർട്ട് ചാരിറ്റബിൾ ഓർ റിലീജിയസ് ട്രസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഫോമാണ്. ഫോം 15CA information to be furnished for payments to a non-resident not being a company or to a foreign company. Form 15G declaration to be made by an individual claiming certain receipt without deduction of tax. 15H പറയുന്നത് Form 15H declaration to be made by an individual who is of the age of 16 years or more claiming certain receipt without deduction of tax. അപ്പോൾ ടാക്സിലോ ഡിഡക്ഷൻ ഒന്നും കൂടാതെ സർട്ടൻ റെസീപ്റ്റ്സ് ക്ലെയിം ചെയ്തുകൊണ്ട് 60 വയസ്സ് അതിൽ കൂടുതലോ ഉള്ള പ്രായമുള്ള വ്യക്തികൾ നടത്തേണ്ട ആ ഒരു ഡിക്ലറേഷൻ ഫോമാണ് ഫോം 15H. താങ്ക് യു.